നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ അതിൽ ഒരുപാട് പൈസ സേവ് ചെയ്യുന്നുണ്ട്. എന്നാൽ ശരിക്കും അങ്ങനെയാണോ? ആണോ? ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ വിചാരിക്കുക നിങ്ങൾ ബില്ല് പേ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് ഒരു ഡിസ്കൗണ്ട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ട്. പക്ഷേ ആ റെസ്റ്റോറൻറ്റ് ഒരു പാർട്ട്നേർഡ് റെസ്റ്റോറൻറ്റ് ആയിരിക്കില്ല, ഒരു പാർട്ട്നർ ബ്രാൻഡ് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രത്യേകിച്ച് ഒന്നും കിട്ടില്ല, ഫുൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളൊരു പെട്രോൾ പമ്പ് പോവുക, നിങ്ങൾ അവിടെ ഫ്യൂൽ അടിക്കണമെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കൊടുത്താൽ നിങ്ങൾക്ക് ചെറിയ ബെനിഫിറ്റ്സിലും കിട്ടും. പക്ഷേ അങ്ങനെ എല്ലാ പമ്പിലും സ്പെസിഫിക് പമ്പിൽ മാത്രമേ കിട്ടത്തുള്ളൂ. സോ അവിടെയും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അതേസമയം നിങ്ങളൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഈ ട്രാവൽ കാർഡിൽ കുറേ റിവാർഡ് പോയിന്റ്സ് കിട്ടും. പക്ഷേ ഈ റിവാർഡ് പോയിന്റ്സ് റെഡീം ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് ഒരു വാല്യൂക്കൊന്നും കിട്ടില്ല. ആ എയർപോർട്ടിൽ നിന്ന് കുടിക്കുന്ന ഒരു കോഫിയുടെ പൈസ പോലും നിങ്ങൾക്ക് അന്ന് കിട്ടില്ല. എല്ലാ ക്രെഡിറ്റ് കാർഡ്സ് നിങ്ങൾക്ക് ആ പോയിന്റ് വരും, ഈ റിവാർഡ്സ് ആ ഓഫർ എല്ലാം പറയും. പക്ഷേ ഈ റിവാർഡ്സും ബെനിഫിറ്റ്സും ഒക്കെ ഈ പാർട്ട്നർ ബ്രാൻഡ്സിന് വേണ്ടി മാത്രമായിരിക്കും. നമുക്കതിൽ പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുന്നത് ലൈക്ക് ഫുഡ് ഡെലിവറി, ഗ്രോസറീസ്, ട്രാവൽ, മൂവീസ്, അങ്ങനെ എല്ലാത്തിനും നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുന്നത് UPI ത്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് ഈ കാണുന്ന എല്ലാത്തിലൂടെ പൈസ സേവ് ചെയ്യാൻ പറ്റും? അതിനൊരു ഒറ്റ ആൻസർ ഉള്ളൂ, സ്ലൈസ് റുപ്പേ ക്രെഡിറ്റ് കാർഡ്. ആൻഡ് ഇതിലൊരു ഫീച്ചർ ഉണ്ട്, സ്പാർക്ക്. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. ഈ സ്പാർക്ക് എന്ന് പറയുന്നത് ഇവരൊരു വീക്കിലി ക്യാഷ് ബാക്ക് ഓഫർ. 1500 രൂപയിൽ മേലേക്ക് നിങ്ങൾക്ക് എല്ലാ വീക്കിലും ക്യാഷ് ബാക്ക് കിട്ടുക. അതിന് ഏതൊക്കെ ബ്രാൻഡ്സിൽ ഈ ഓഫർ ഉണ്ടാവും വെച്ചാൽ സ്വിഗ്ഗി, മിൻട്ര, മേക്ക് മൈ ട്രിപ്പ്, ഇതല്ലാതെ വേറെയുണ്ട്. ആൻഡ് ഇത് ഒറ്റ ദിവസത്തല്ല, ആ എൻ്റയർ വീക്കിലേക്ക് ഈ ഓഫർ മൊത്തം ഉണ്ടായിരിക്കും. ആൻഡ് ഇത് കൂടാതെ എല്ലാ UPI ട്രാൻസാക്ഷൻസിലും 2% ക്യാഷ് ബാക്ക്. നേരത്തെ പറഞ്ഞ പോലത്തെ സെലക്ടഡ് പാർട്ട്നേഴ്സിലല്ല എല്ലാ UPI ട്രാൻസാക്ഷൻസും. നിങ്ങളൊരു ചായ കുടിക്കുന്ന ആ ഒരു ബില്ലിൽ, നിങ്ങൾ ഗ്രോസറീസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളൊരു ഓട്ടോ റൈഡ് പോകണേ ആ ഒരു ബില്ലിൽ നിങ്ങൾക്ക് 2% ക്യാഷ് ബാക്ക് കിട്ടും. പിന്നെ നിങ്ങൾ 2000 അല്ലെങ്കിൽ മേലേക്ക് എന്തെങ്കിലും സ്പെൻഡ് ചെയ്തു, ലൈക്ക് ഗാജറ്റ്സ് മേടിക്കുക, ട്രിപ്പിന്, അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു ബില്ല് അൺഎക്സ്പെക്റ്റഡ് ആണെങ്കിൽ ആ ഒരു ബില്ല് നിങ്ങൾക്ക് 3 മന്ത് നോ കോസ്റ്റ് EMI കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിൽ എക്സ്ട്രാ ചാർജസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ 0 ജോയിൻ ഫീ ആണ്, 0 ആനുവൽ ചാർജസ് ആണ്. പിന്നെ ആ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഉള്ളതൊന്നുമല്ല. UPI യൂസ് ചെയ്യുന്ന എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടിയുള്ളതാണ്. അതിന് എല്ലാത്തിലും റിവാർഡും കിട്ടും. ഈ സ്പാർക്ക് എങ്ങനെ വർക്ക് ആവുന്നത്, ഇതിൽ ബെനിഫിറ്റ്സ് എന്തൊക്കെ, ഓഫേഴ്സ് എന്തൊക്കെ എല്ലാം അറിയാൻ വേണ്ടി ജസ്റ്റ് സ്ലൈസ് ഒന്ന് കമന്റ് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അയച്ചുതരാം.